ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കുന്ന മത്തിക്കറിയാണ്. നല്ല അടിപൊളി, നല്ല സൂപ്പർ ഒരു മത്തിക്കറി ഉണ്ടാക്കാൻ പോവാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, കറിവേപ്പില ഇത്രയാണ് നമ്മൾ അവിടെ അരിഞ്ഞ് വെച്ചേക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ചട്ടി അങ്ങോട്ട് വെച്ച് ചൂടാക്കി വരുമ്പോൾ നമുക്ക് നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം കടുകിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഉലുവ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഓരോ സ്പൂണെല്ലാം ഇട്ട് കൊടുത്താൽ മതി. അതും കൂടെ നല്ലതായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചായിരുന്നല്ലോ, ആദ്യം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ കളർ മാറി വരുന്ന സമയത്ത് വേണം നമുക്ക് മറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് അതിലൂടെ ചേർത്ത് കൊടുക്കാൻ. ഈ സമയത്ത് വേണം നമ്മൾ പെട്ടെന്ന് അത് വാടിക്കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുക. നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് മസാല ഇട്ടതിന് ശേഷം, മീനൊക്കെ ഇട്ടതിന് ശേഷമാണെങ്കിലും ലാസ്റ്റ് ആണെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം ആവശ്യമെങ്കിൽ. ഇപ്പം കുറച്ച് നമ്മൾ ഉപ്പ് ആദ്യമേ ചേർക്കുകയാണ്. അത് നല്ലതായിട്ട് വാടിക്കഴിയുമ്പോൾ നമ്മളതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതായിട്ട് ഇളക്കി വരിക. അതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി കുറച്ച് മതി, ഒരു ടീസ്പൂണോ 1 ടീസ്പൂണോ എല്ലാം അതിൻ്റെ അകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി. അന്നേരം കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അതിന് വേണ്ടിയാണ് ചേർക്കുന്നത്. നമ്മളതിൻ്റെ ഇത് ഇപ്പോൾ ചേർക്കുന്നത് പറഞ്ഞാൽ പിരിയമുളക് ചേർക്കുന്നത്. പിരിയമുളക് ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് പിരിയമുളക്. പിന്നെ അതുകൂടാതെ പിരിയമുളകിന് എരിവ് കുറവാണല്ലോ, അതുകൊണ്ട് നമ്മൾ സാധാ മുളക് പൊടി കുറച്ച് അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. അന്നേരം അതിന് ആവശ്യത്തിന് നല്ല എരിവും കിട്ടും, നല്ലൊരു കൊഴുപ്പും കിട്ടും, നല്ലൊരു കളറും കിട്ടും. അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വേണ്ട, അത് കിടന്ന് നല്ലതായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതായിട്ട് ചട്ടിക്കകത്ത് മൂത്ത് വരുന്ന സമയത്ത് നമ്മളവിടെ നമ്മുടെ കുടംപുളിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. അതൊരു 3-4 പീസ് ഉണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മളതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കണം. അത് കഴുകിയ വെള്ളമാണ് നമ്മളിതിനകത്ത് ഗ്രേവിക്ക് ഇച്ചിരി ഒഴിച്ച് കൊടുക്കുന്നത്. അത് കണ്ടോ, ഏകദേശം നമ്മുടെ അത് മുളക് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ആ പുളിവെള്ളം നമുക്ക് അതിൻ്റെ അകത്ത് ഒഴിച്ച് നല്ലതായിട്ട് തിക്കാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് തിളച്ച് വരട്ടെ. നല്ല തിളച്ച് വരുമ്പോൾ നല്ലൊരു ഗ്രേവിയായി വരുമ്പോൾ കണ്ടോ, നല്ല സൂപ്പർ ഗ്രേവി കണ്ടോ. ഇങ്ങനെ അത് ഒഴിച്ച് കുറച്ച് ഒഴിച്ച് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പുളി അങ്ങോട്ട് നന്നായിട്ട് കഴുകി ഞെരടി, ഇത് നമ്മളൊരു 10-15 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചാണേ. അത് ആ സാധനം എടുത്ത് നമുക്ക് പുളി എടുത്ത് അതിൻ്റെ അത് നമുക്ക് ഇട്ട് വെക്കാം. അതിന് പെട്ടെന്ന് പുളി ഇറങ്ങും അതിൻ്റെ അത്. നമ്മൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം, നല്ലതായിട്ട് പെട്ടെന്ന് പുളി ഇറങ്ങും. അന്നേരം അതിൻ്റെ നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അവിടെ മീനെല്ലാം നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ മീൻ അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. അന്നേരം അത് കൂടാതെ ഇത് നമ്മൾ ഇച്ചിരി കുറച്ചും കൂടെ ലൂസാക്കണം. നമ്മൾ ആ പുളികളിൽ ഒഴിച്ചപ്പം അത് നന്നായിട്ട് കുക്കായി, മസാല എല്ലാം നന്നായിട്ട് കുക്കായി ഉണ്ടോ. ഈ ലെവല് അതിൻ്റെ ഗ്രേവി ഇങ്ങനെ കിടന്ന് കഴിയുമ്പോൾ ഇച്ചിരി നീണ്ടുപോലെ കിടക്കും അത്. പക്ഷേ ആ സമയത്ത് നമുക്ക് ഈ തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മുടെ മീൻ കഴുകി വെച്ചേക്കുന്ന മീൻ അതിൻ്റെ അകത്തോട്ട് പെറുക്കിയിട്ട് വെന്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. നന്നായിട്ട് അടിപൊളിയായിട്ട് കഴിയ സാധനം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് പോലും വേണ്ട മീൻ കുക്കാകാനേ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പം ആ തിളയിൽ കിടന്ന് തന്നെ പെട്ടെന്ന് കുക്കാവുന്നതാണ്. ഇത് ഇങ്ങനെ കിടക്കുന്നത് നന്നായിട്ട് കുറുകി വരും. ഇതിങ്ങനെ വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി ഇങ്ങനെ വരും. നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ കപ്പ വേവിച്ചതോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി സാധനമാണ്. സൂപ്പർ മത്തിക്കറി. നമ്മുടെ വലിയ മീൻ കറി വെക്കുന്ന ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് നമ്മളിതിനെ ഉപയോഗിച്ചേക്കുന്നത്. നമ്മുടെ മത്തിക്കറിയുടെ പരിപാടി കഴിഞ്ഞിരിക്കുക കണ്ടോ. ഇനി നമുക്കതിന് ആവശ്യം ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണ്ട, ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് ഒന്ന് ഫിനിഷ് ചെയ്യുക. എല്ലാം അവസാനം നമ്മൾ കുറച്ച് കറിവേപ്പില, കുറച്ച് അതിൻ്റെ അകത്ത് പച്ചക്കറിവേപ്പില ഇടുക. പിന്നെ വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ മേളിൽ ഒഴിച്ച് വിടുന്നൊരു പരിപാടിയുണ്ട്. വേണമെങ്കിൽ അത് ചെയ്താൽ മതി കേട്ടോ.